ആദ്യം തന്നെ ഡൽഹിയിലേക്കാണ്. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ രാവിലെ 11 മണിയോടെ ചുമതലയേൽക്കുമെന്നാണ് അറിയുന്നത്. BJP കേന്ദ്ര കാര്യാലയത്തിൽ എത്തിയാണ് ചുമതല ഏറ്റെടുക്കുക. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, BJPയുടെ ഏറ്റവും പുതിയ മുഖം, ബീഹാറിന്റെ വികസന മുഖം എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയായി ചടങ്ങുകൾ, എവിടം വരെയായി വിവരങ്ങൾ? അല്പസമയത്തിനകം ഇവിടെ ഈ ദേശീയ ആസ്ഥാനത്ത് BJPയുടെ പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നവീൻ ചുമതല ഏറ്റെടുക്കും. നിലവിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം BJP കേന്ദ്ര കാര്യാലയത്തിലേക്ക് അദ്ദേഹം എത്തും. ഇവിടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. ഉത്സവാന്തരീക്ഷത്തിലാണ് BJPയുടെ ദേശീയ ആസ്ഥാനം ഇപ്പോൾ. കാരണം 45 വയസ്സുള്ള യുവരക്തത്തിന് BJP എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല കൈമാറിയിരിക്കുകയാണ്. ആ ബാറ്റൺ കൈമാറിയിരിക്കുകയാണ് പാർട്ടി. ബീഹാറിൽ നിന്നും ഉള്ള നേതാവാണ് നിതിൻ നവീൻ. 45 വയസ്സാണ്. ബംഗപ്പൂരിൽ നിന്നും 4 തവണയായി അദ്ദേഹം MLA ആണ്. ബീഹാറിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല യുവമോർച്ചയുടെ മുൻ ദേശീയ സെക്രട്ടറി കൂടിയാണ് നിതിൻ നവീൻ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണരംഗത്തും അതോടൊപ്പം തന്നെ ഈ സംഘടനാ രംഗത്തും അദ്ദേഹം കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ബീഹാറിലെ മന്ത്രിയായി തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് പുതിയ ദൗത്യം അദ്ദേഹത്തിലേക്ക് എത്തുന്നത്. ഒരു വലിയ തലമുറ മാറ്റം അദ്ദേഹത്തിൻ്റെ വരവിലൂടെ BJP ലക്ഷ്യമിടുന്നുണ്ട്. ഛത്തീസ്ഗഡിൻ്റെ പ്രഭാരി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. BJP പ്രവർത്തകർ വലിയ ഉത്സവ ലഹരിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തെ കാണുന്നത്. വരുന്ന ജനുവരിയിൽ, ഈ തൊട്ടടുത്ത ജനുവരിയിൽ BJP ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കും. ഏപ്രിലോടുകൂടി ഒരുപക്ഷെ പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതലയേൽക്കുകയും ചെയ്യും. നിലവിൽ നിതിൻ നവീൻ തന്നെ ആ പദവിയിലേക്ക് എത്തും എന്നാണ് കരുതപ്പെടുന്നതും. അതിനാൽ വളരെ പ്രതീക്ഷയോടെ തലമുറ മാറ്റം പ്രഖ്യാപിച്ച് 45-ാം വയസ്സിൽ ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിനെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചുകൊണ്ട് BJP മുന്നോട്ട് വരികയാണ്. എന്തായാലും BJPയെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്താകമാനം നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസിനെ സംബന്ധിച്ച് 56 വയസ്സായ ആളുകൾ പോലും അവിടെ യുവരക്തം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് നിലവിൽ BJP 45 വയസ്സുള്ള ഒരാളെ ഈ പദവിയിലേക്ക്, ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിനു മുൻപ് നിതിൻ നവീൻ എന്നൊരു പേര് BJP വൃത്തങ്ങളിലോ അതോടൊപ്പം രാഷ്ട്രീയ വൃത്തങ്ങളിലോ വളരെ ഫേമസ് ആയി കേട്ടിരുന്ന ഒരാളല്ല. അപ്രതീക്ഷിതമായ പ്രഖ്യാപനമാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് പറയാതിരിക്കാനാകില്ല. എന്തായാലും ഇനി കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം നിതിൻ നവീൻ BJPയുടെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തിച്ചേരും. 100 കണക്കിന് BJP പ്രവർത്തകർ ഈ കേന്ദ്ര കാര്യാലയത്തിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീകാന്ത്, RSSൽ 10 വർഷം പ്രവർത്തിച്ച ശേഷമാണ് നിതിൻ BJPയിലെത്തുന്നത്. അതിനു പുറമെ ഇപ്പോൾ ഇതാ റോഡ് നിർമ്മാണം, ഭവനം, നഗരവികസനം തുടങ്ങി എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തുകൊണ്ട് ബീഹാറിലെ വികസനത്തിൻ്റെ ഒരു മുഖമായി അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന ഒരു വികസനത്തിൻ്റെ മുഖം, അത് എല്ലാ തരത്തിലും BJP മുന്നോട്ട് വെക്കുന്നല്ലേ? നിലവിലിപ്പോൾ ഹർഷവർദ്ധൻ, മുൻ മന്ത്രി കൂടിയാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹായ് സാർ. Fine sir. Yes, good. Sir, new face for BJP, just 45 years old, new working president. How do you see that? No, we are very happy. We are extremely delighted. We feel extremely enthused, and we feel extremely fortunate to have a very young, dynamic, committed, honest and visionary leader, and we can only wish him good luck and all our best wishes, and we also pray to God to bestow everything in his store to him, so that with the help of BJP and its workers and with the blessings of our Prime Minister Narendra Modi ji, he is able to contribute significantly for that pious goal of a Viksit Bharat by 2047. So we are all very excited. Okay, thank you so much sir. Namaste.
അപ്പോൾ ഹർഷവർദ്ധൻ, മുൻ ആരോഗ്യമന്ത്രിയും BJP നേതാവുമായ ഹർഷവർദ്ധനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾക്ക് വേഗം കൂട്ടാൻ, വികസന സ്വപ്നം കൈപിടിച്ചുയർത്താൻ കഴിയുന്ന നേതാവ് കൂടിയാണ് നിതിൻ നവീൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് മുൻപാകെ, രാജ്യത്തെ യുവാക്കൾക്ക് മുൻപാകെ, രാജ്യത്തെ യുവജനതയ്ക്ക് മുൻപാകെ വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ലീഡറെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണാം. ശ്രീകാന്ത്, സംഘടനാ തലത്തിൽ ഉൾപ്പെടെ നിരവധി ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയാണ് ഇപ്പോൾ പുതിയ ചുമതലയിലേക്ക് നിതിൻ കടന്നു വരുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നിതിൻ നവീൻ്റെ വരവ്. അത്തരത്തിൽ കേന്ദ്രം ഒരു ബി ജെ പി നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെയും സ്വാധീനിക്കും അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം RSSലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. RSSന്റെ ചുമതല വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സംഘടനാ രംഗത്തേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, തൊട്ട് പിന്നാലെ അദ്ദേഹം യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത വ്യക്തി കൂടിയാണ്. അതിനുമപ്പുറം 4 തവണയായി അദ്ദേഹം MLA ആണ്, ബീഹാറിലെ മന്ത്രിയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് BJPയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് കൂടിയുണ്ട്. അതായത് ഭരണരംഗത്തും അദ്ദേഹം തൻ്റെ പാടവം അറിയിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തും അദ്ദേഹം തൻ്റെ പാടവം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണരംഗത്ത് അദ്ദേഹം 4 തവണ MLA, തോൽക്കാതെ ബംഗപ്പൂരിൽ നിന്നുള്ള MLA ആയി അദ്ദേഹം ജയിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, അദ്ദേഹം ഈ സംഘടനാ തലത്തിലും യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറി ആയിരുന്നു, ഛത്തീസ്ഗഡിൻ്റെ പ്രഭാരിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഛത്തീസ്ഗഡിൽ അദ്ദേഹം പ്രഭാരിയായി നിൽക്കുമ്പോഴാണ് ഛത്തീസ്ഗഡ് BJP പിടിക്കുന്നത്. ഒരു കാലത്ത് BJPയുടെ ശക്തി ദുർഗമായിരുന്നു ഛത്തീസ്ഗഡ്, പിന്നീട് അത് കോൺഗ്രസിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഛത്തീസ്ഗഡ് BJP തിരിച്ചു പിടിച്ചതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം കൂടി ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴിതാ BJP അതിന് അർഹമായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഇനി വരുന്നത് ബംഗാൾ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കൂടി ബീഹാറിൽ നിന്നും ബംഗാളിലേക്കുള്ള ദൂരം വളരെ വലിയൊരു ദൂരം കൂടിയല്ല. അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ബീഹാറിൽ നിന്നും ഗംഗ ഒഴുകി എത്തുന്നത് ബംഗാളിലേക്കാണെന്ന് ഓർമ്മ വേണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ആ ഭാഗം പിടിക്കുക, ബംഗാൾ പിടിക്കുക എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഒപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. യുവാക്കൾ നിർണായകമായ മേഖല കൂടിയാണ് ഈ തമിഴ്നാടും കേരളവും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യുവരക്തത്തെ BJPയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ആ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രം കൂടിയാണ് BJP ഇപ്പോൾ പയറ്റുന്നത്. രാജ്യമാസകലം അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ BJP എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ അറിയുക പോലും ചെയ്യാത്ത നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക, അവരെ വളർത്തിയെടുക്കുക, BJPക്കും രാജ്യത്തിനും മുതൽക്കൂട്ടാക്കി മാറ്റുക എന്നുള്ളത് BJPയുടെ ഒരു തന്ത്രം കൂടിയാണ്. നേരത്തെ നിതിൻ ഗഡ്കരിയൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടത് അതാണ്. നമ്മൾ കേട്ടറിവ് പോലും ഇല്ലാത്ത നേതാവായിരുന്നു. എന്നാൽ ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നേതാവായി നിതിൻ ഗഡ്കരി വളർന്നു കഴിഞ്ഞു. ഈ രാജ്യത്താകമാനം നമ്മുടെ ജീവനാഡി എന്ന് പറയുന്ന റോഡുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിനടക്കം സംഭാവനകൾ നൽകിയതുമൊക്കെ നിതിൻ ഗഡ്കരിയാണ്. അത്തരത്തിൽ പുതിയ നേതാക്കളെ വളർത്തിയെടുക്കുന്ന ആ ഒരു ശൈലി BJPക്കുണ്ട്. അതാണ് ഈ നിതിൻ നവീനിലൂടെയും BJP ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ ഭാവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. എന്തായാലും വലിയ മുന്നേറ്റം BJP ഇക്കാര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. किधर से आया? दिल्ली से ही है। हाँ जी हाँ। वो नया वर्किंग प्रेसिडेंट आया BJP को, कैसे देखें? नहीं, अच्छे हैं, वैसे आदत अच्छी है उनकी और काम भी बहुत मेहनत की है उन्होंने बिहार में, तो अब इनको बनाया है तो बहुत अच्छा लगा। जस्ट 45 years old, नहीं तो काम भी तो देखा जाता है ना, मेहनत आगे जाती है। BJP में ऐसा नहीं है, जो मेहनत करता है वो आगे जरूर जाता है। തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് BJPയുടെ പ്രവർത്തകരടക്കം. അതായത് പ്രായം ഒരു പ്രശ്നമല്ല, നന്നായി പണിയെടുക്കുന്ന, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നു. ബീഹാറിൽ അദ്ദേഹം വളരെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തി കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. BJP അങ്ങനെ ഒരു വ്യത്യസ്തതയാർന്ന പാർട്ടിയാണ്. ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ പ്രായമോ മറ്റോ ഒന്നും തന്നെ അവർക്ക് മുന്നിൽ ഒരു പ്രശ്നമല്ല എന്നുകൂടിയാണ് പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വരവ് മണിക്കൂറുകൾക്കകം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിമാനം, ഈ ഡൽഹിയിൽ വലിയ കനത്ത മൂടൽമഞ്ഞുണ്ട്, അദ്ദേഹത്തിൻ്റെ വിമാനം ഇറങ്ങുന്നതിന് തടസ്സം നേരിട്ടിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നീണ്ടുപോകുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും.
ശ്രീകാന്ത്, കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനെ പോലുള്ളവർ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ വേറെ ഏതൊക്കെ മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിന്? നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ പരിപാടിയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം രാവിലെ 10 മണിക്ക് വിമാനം ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനോ ലാൻഡ് ചെയ്യാനോ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വൈകുന്നത്. അദ്ദേഹം എത്തുമ്പോഴേക്കും BJPയുടെ എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിച്ചേരും. MP-മാരടക്കമുള്ളവർ ഈ പരിപാടിയിൽ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെത്തും. കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതിനോടകം തന്നെ നേതാക്കൾ, കുറേയധികം നേതാക്കൾ ഈ കേന്ദ്ര കാര്യാലയത്തിനകത്ത് ഈ പരിപാടികളെല്ലാം തന്നെ പ്രധാന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ മറ്റ് നേതാക്കളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഹർഷവർദ്ധനെയാണ്. പക്ഷേ BJPയുടെ ഡൽഹിയിലെ മുഖം, ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ആ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പോയിട്ടുള്ളത്. ബാക്കി നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ വിമാനം താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ചടങ്ങ് നീണ്ടുപോകുന്നത്. അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കും. ആ ഘട്ടത്തിൽ എല്ലാ നേതാക്കളും, MP-മാരും അതോടൊപ്പം ഡൽഹിയിലെ MLA-മാരടക്കമുള്ളവർ, മന്ത്രിമാർ, അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ടവർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും. കാരണം ഇതൊരു ഉത്സവാന്തരീക്ഷമാണ് ഇപ്പോൾ BJP കേന്ദ്ര കാര്യാലയത്തിൽ കാണാൻ സാധിക്കുന്നത്. BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ അല്പസമയത്തിനകം തന്നെ ചുമതലയേൽക്കും. BJP കേന്ദ്ര കാര്യാലയത്തിൽ എത്തിയാണ് ചുമതല ഏറ്റെടുക്കുക. നിയമത്തിന് പുറമെ റോഡ് നിർമ്മാണം, ഭവനം, നഗരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത ബീഹാറിലെ വികസനത്തിൻ്റെ മുഖമെന്നറിയപ്പെടുന്ന ഒരു നേതാവാണ് ഇപ്പോൾ BJPയുടെ നേതൃപക്ഷത്തേക്ക് ഒരു വർക്കിംഗ് പ്രസിഡന്റായി ഇപ്പോൾ എത്തുന്നത്. RSSൽ 10 വർഷം പ്രവർത്തിച്ച ഒരു നേതാവ്. ഡൽഹിയിൽ നിന്നും 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പൂർത്തിയാക്കി BJP നേതാവും MLA-യുമായിരുന്ന പിതാവ് നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മരണത്തിന് പിന്നാലെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായത്. 2006-ൽ ആദ്യമായി നിയമസഭയിലെത്തി. അന്നു മുതൽ MLA-യും 2021 മുതൽ മന്ത്രിയുമാണ്. 45 വയസ്സ് മാത്രമാണ് പ്രായം. രാഷ്ട്രീയത്തിൽ 45 എന്ന് പറയുന്നത് ഒരു ചെറുപ്പമാണ്. ആ ഒരു പ്രായത്തിൽ തന്നെ BJPയുടെ വലിയൊരു ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് എത്തുകയാണ് നിതിൻ നവീൻ. വിവരങ്ങൾ ശ്രീകാന്ത് നൽകുകയാണ്. ശ്രീകാന്ത്, ദൃശ്യങ്ങളിൽ കാണാം ആഘോഷമാണ്, എല്ലാവരും ആവേശത്തിലാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്ന്? ശ്രീകാന്ത്, അവിടെ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം. ശംഖുലി അടക്കമുള്ള ഒരു ശംഖുലി മുഴക്കുകയും മുദ്രാവാക്യം വിളിച്ചും ആവേശത്തിലാണ് അണികൾ.